ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഏട്ടൻ വരുമ്പോ കുറച്ച് മീൻ കൊണ്ടുവന്നതാണ്. സിലോപ്പിയ എന്നാണ് ഈ മീനിന്റെ പേര്. അപ്പോൾ അത് വറുക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഒപ്പം എൻ്റെ കാന്താരിക്കുട്ടി ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ശ്രീകുട്ടിക്ക് ഇന്ന് ഡാൻസ് ഉണ്ട്, അവൾ അതിനു വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ കഴുകുന്ന സമയത്ത് അവൾ ക്യാമറ ഓൺ ആക്കിയിട്ട് ചെയ്ത പരിപാടിയാണ് കേട്ടോ അത്. സത്യം പറഞ്ഞ വീഡിയോ ഓണായത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ കേബേജിന്റെ തൊലി എടുത്തിട്ട് നിങ്ങളെ പറ്റിക്കാണ് കേട്ടോ. മീനെന്നാണ് പറയാട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്തായാലും പറയാൻ കമന്റ് ചെയ്യണേ. അങ്ങനെ മീൻ കട്ടിപൊളിയായിട്ട് കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് കട്ട് ചെയ്യണോ അങ്ങനെ വറക്കണോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഏട്ടനോട് ചോദിക്കാതെ വിചാരിച്ചിട്ട് വിളിച്ചതാണ്. വിളിച്ചപ്പോൾ ഫോൺ എടുത്തതും ഇല്ല കേട്ടോ. അപ്പം പിന്നെ ഞാൻ എന്തായാലും കട്ട് ചെയ്തു. കട്ട് ചെയ്യാതെ വറുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കില്ല, മസാല പിടിച്ചില്ല എന്നൊക്കെ പറയും. അപ്പം പിന്നെ കട്ട് ചെയ്തിട്ട് തന്നെ വറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡ് ഓരോ വരയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അടുത്ത പരിപാടി നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനായിട്ടൊരു പാത്രം എടുത്തു. അതിലേക്ക് 2-2.5 സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു കേട്ടോ. ഓരോ മീനിലും നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ മസാലയുടെ അളവും കാര്യങ്ങളൊക്കെ ഒരു കൈക്കണക്കാണ് കേട്ടോ. അറിഞ്ഞുകൊണ്ടൊന്നല്ല ഇപ്പോൾ പലതും ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീൻ കഴിക്കില്ല. പക്ഷേ ഇതുവരെ ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഉപ്പും മുളകൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട്. മസാല തേച്ച് മീനിനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. ഇന്നിപ്പോൾ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. സാമ്പാർ രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കിയത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മീൻ കൂടി വറുത്താൽ മതി. ശ്രീകുട്ടി വീട്ടിലില്ലാത്ത സമയത്ത് ശ്രീനി ഏത് സമയം എൻ്റെ കാലിൻ്റെ ഒട്ട് കൂടെ തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം ഉണ്ടാവും. പക്ഷെ കുരുത്തക്കേടുകൾ കുറച്ച് കമ്മിയാണ്. പക്ഷെ രണ്ടാളും കൂടി ഇരിക്കുക എന്നുണ്ടെങ്കിൽ രണ്ടാളും നല്ല വഴക്കുമായിരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കത് ഇരട്ടിപ്പണിയൊക്കെ ആക്കി വെക്കും ചില സമയങ്ങളിലൊക്കെ. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ രണ്ടാളെ കൊണ്ടും പ്രശ്നമില്ല കേട്ടോ. ഇനിയിപ്പോൾ ശ്രീകുട്ടി ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ വോയിസിന് ഇത്തിരി ക്ലിയർ കുറവുണ്ടാവും കേട്ടോ. ഒരു എരമ്പലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴ പെയ്യല്ലേ. അപ്പോൾ നമ്മുടെ വാർപ്പിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളം കംപ്ലീറ്റ് ഡയറക്റ്റ് ഉമ്മറത്തെ ഷീറ്റിൻ്റെ മുകളിലേക്കാണ് വീഴുന്നത്. അപ്പോൾ അതൊരു കവറിട്ട് നേരെ താഴത്തേക്ക് ഇടാറുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ കവറ് കംപ്ലീറ്റ് വേനൽക്കാലമായിട്ട് ദ്രവിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇനി കവറ് മാറ്റണം. അപ്പോൾ ഏട്ടന് ഒഴിവുള്ള സമയത്ത് എപ്പോഴെങ്കിലും അതൊന്ന് കയറിയിട്ട് ശരിയാക്കാൻ പറയണം. അല്ലാന്നുണ്ടെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാലും നമുക്ക് ഈ വെള്ളം വീണുകൊണ്ടേ കുറേ സമയത്തേക്ക്. അപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്താലാണ് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് വോയിസ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഈ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു പാനിലാണ് മീനൊക്കെ വറുക്കാറ്. അതുകൊണ്ട് ഒറ്റയടിക്ക് തന്നെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും. 2-3 പ്രാവശ്യം ആക്കേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് തന്നെ ഇപ്പോൾ മീനൊക്കെ വറുക്കാനായിട്ട് പറ്റും. അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോൾ മീനൊക്കെ നമ്മൾ അടുക്കി പെറുക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മളിവിടെ എന്നൊന്നും മീൻ മേടിക്കില്ല കേട്ടോ. ഒന്നാമത് ഞാൻ മീൻ കഴിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനാണെങ്കിലും ശരി ഒരു പ്രാവശ്യം ഇപ്പം ഇത് വറുത്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാത്രിക്കും ഉണ്ടാവും. പിന്നെ 2-3 ദിവസത്തേക്കൊന്നും ആർക്കും മീനിനോടൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങനെയാണ്. പിന്നെ ചിക്കനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിക്കനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കും, രാത്രി കഴിക്കും, പിന്നെ പിറ്റേ ദിവസത്തേക്കും ബാക്കി ഉണ്ടാവും കേട്ടോ. ഒരു 2 കിലോനൊക്കെ തന്നെ വാങ്ങിക്കുള്ളൂ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ. ഞാനും ഏട്ടനും പിന്നെ കുട്ടികളൊക്കെ കുറച്ചല്ലേ കഴിക്കുള്ളൂ.
ഞാൻ ഉണക്കമീനും മാന്തളും സ്രാവും മാത്രമേ കഴിക്കുള്ളൂ. പച്ചമീൻ ഒന്നും കഴിക്കില്ല കേട്ടോ. ഇത് ഈ അടുത്ത കാലത്തായിട്ട് ഈ കാൽസ്യത്തിൻ്റെ കുറവ് കാരണം കുട്ടികളൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കാൽസ്യത്തിൻ്റെ കുറവുണ്ട്, മീൻ കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അധികം സ്മെല്ലില്ലാത്ത മീനുണ്ടല്ലോ, നത്തോലി മീൻ, അത് വറുക്കുന്ന സമയത്ത് കുറച്ചധികം കുരുമുളകൊക്കെ ഇട്ട് വറുത്തിട്ട് ചൂടോടെ മാത്രം കുറച്ചൊരു 3-4 പീസൊക്കെ എടുത്ത് കഴിച്ച് നോക്കി. അപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള മീനൊന്നും കഴിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ചെറിയ കുട്ടിയാവുന്ന സമയത്ത് എനിക്ക് വന്നിട്ട് മീൻ ഇങ്ങോട്ട് മട്ടിച്ചതാണ്. കുറേ മീൻ കണ്ടിട്ട് ഛർദിയൊക്കെ വന്നിട്ട് പിന്നെ അങ്ങനെ നിർത്തിയതാണ്. അതിന് ശേഷം ഞാൻ മീനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ മീനൊക്കെ ഒന്ന് മറിച്ചിടാറായിട്ടുണ്ട്. അപ്പോൾ അതൊരു ചട്ടുകം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മടിക്കല്ലേ. മീനൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഡാൻസിന് പോയിട്ടുണ്ടായിരുന്ന ശ്രീകുട്ടിയും എത്തി, ഏട്ടനും എത്തി. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. നെക്സ്റ്റ് നല്ല നല്ല വീഡിയോസുമായി കാണും വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.